മൊത്തം തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ? ഇപ്പൊ ചേലക്കര എല്ലാവരും വിചാരിച്ചു UDF LDF നഷ്ടപ്പെടുമെന്നാണ്. LDF നല്ലപോലെ കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പോലും ഇത്തരം വലിയ ഒരു വോട്ട് പ്രതീക്ഷിച്ചില്ല. കാരണം രാധാകൃഷ്ണൻ അദ്ദേഹം എന്നും ഒരുപാട് 10-30,000 40,000 വോട്ടിന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് വിഷമം ആ നാട്ടുകാർക്കുണ്ട്. എന്നാൽ പോലും ഇന്ന് നല്ല ഭൂരിപക്ഷത്തിൽ LDF അവിടെ ജയിക്കാൻ സാധ്യത കാണുന്നു. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞു ഏതാണ്ട് തന്നെ. പക്ഷെ അതിന്റെ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഏതായാലും കിട്ടിയില്ലെന്നുള്ള ഉറപ്പാണ്. പിന്നെ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കില്ല. ഇങ്ങനെ നല്ല ടൈറ്റ് ഫൈറ്റായിട്ട് പോകുന്നു. പിന്നെ വയനാട് നിങ്ങൾക്കറിയാമല്ലോ, 5 ലക്ഷം പറഞ്ഞ എന്തായാലും ഒരിക്കലും ഒക്കുകയില്ല. കാരണം വോട്ട് തന്നെ പെർസെന്റേജ് കുറഞ്ഞ്. പിന്നെ ജയം എല്ലാവർക്കും ആരാണെന്ന് അറിയാം. പിന്നെ വോട്ട് എത്ര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും, ആ ഭൂരിപക്ഷത്തിനുള്ള തർക്കമുള്ളൂ. ഏതായാലും അവർ വിചാരിച്ച ഭൂരിപക്ഷം ഏതായാലും കിട്ടുകയില്ല. ജയം ഉറപ്പാണ്. അതെങ്ങനെ വിലയിരുത്താൻ മാത്രം ഒന്നും ഇല്ലല്ലോ. കാരണം നമുക്ക് ചേലക്കര എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ സർക്കാരിനെ ഇത് വെച്ച് വിലയിരുത്താൻ എന്തുമാത്രം വെക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോ വയനാട് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് തന്നെ. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടും പാലക്കാട് 3-ാം സ്ഥാനത്തായിരുന്നു LDF. ചേലക്കരയിൽ അവർ ജയിക്കുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ക്ഷീണം, ഇടതുപക്ഷത്തിന് ഇന്നത്തെ ഭരണത്തിനൊരു പോറലേൽപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു ക്ഷീണം വന്നു എന്ന് ന്യായമായും നിഷ്പക്ഷമായും പറയാനൊക്കത്തില്ല. പിന്നെ വാദിക്കേണ്ടവരും അല്ലെങ്കിൽ വാദിച്ച് തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ച് ഇടതുപക്ഷത്തെ മോശമായി പറയാൻ സാധിക്കും. നിഷ്പക്ഷവാദികൾക്ക് സാധിക്കില്ല. എന്തോ ആരെ കൊണ്ടുവന്നത്? സരിതേ LDF സ്ഥാനം പണ്ടും അവർക്കില്ലല്ലോ, ഒരു 3-ാം സ്ഥാനമാണ്. അപ്പൊ അവർക്ക് ഒരു ക്ഷീണായി പോയെന്ന് ചോദിച്ചാൽ വോട്ടിന്റെ എണ്ണം നോക്കിയിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും ഈ പ്രാവശ്യം കിട്ടിയതും എണ്ണം നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം LDF 3-ാം സ്ഥാനത്താണ്. ഇത്തവണ അവർ 3-ാം സ്ഥാനമായി പോയി എങ്കിൽ അത് തർക്കിക്കാനൊക്കത്തില്ല. ക്ഷീണമായി പോയെന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ LDF-ന് എനിക്ക് LDF-നെ UDF-നെ ഒരുപോലെ കാണുന്ന ആളാണ് ഞാൻ. UDF-ന് തള്ളി പറഞ്ഞാല് എന്റെ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞ ആരാണ്? കോൺഗ്രസുകാരനായ സുധീരൻ എന്നെ പിടിച്ച് അകത്തിടാൻ നോക്കിയാൽ എന്തിനാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആലുവായിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ആ മാൻഹോളിൽ പോയ ഒരു മുസ്ലിമിന് 25 ലക്ഷവും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ആൾക്ക് ഭാര്യയ്ക്ക് ജോലിയും കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്നാണ്? തെറ്റൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആ മാൻഹോളിൽ അതേ മരിച്ചു ബാക്കി 2 പേരുണ്ട്, അവർക്കൊന്നും കൊടുക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ജയിലിലാക്കാൻ KPCC പ്രസിഡന്റ് എഴുതി കൊടുത്ത് എന്നെ ആലുവ SP കൊണ്ട് കേസെടുപ്പിച്ചില്ലേ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കോടതി പോയപ്പോ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വളരെ ശരിയാണെന്നല്ല കോടതി പറഞ്ഞത്. മാത്രമല്ല എന്റെ വീട്ടിൽ ഒരു കോൺഗ്രസുകാരും കയറിപ്പോകരുതെന്ന് കൽപ്പിച്ചില്ലേ? അന്ന് 2 പേരെ വന്നിട്ടുള്ള ആ കൽപ്പന ലംഘിച്ച്, ഒന്ന് സുധാകരനും ഒന്ന് വക്കവും. അങ്ങനെ ഇത്തരം അലർജി എന്നോട് കാണിക്കാൻ ഞാനെന്ത് തെറ്റ് ചെയ്തെന്ന് പറ. ഞാനൊരു കോൺഗ്രസ് വിരോധിയല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരുദ്ധമായിട്ടല്ല. പിന്നെ സത്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പണ്ട് അത് ഞാനല്ല, ചത്തകുതിര തന്നെയായിരുന്നല്ലോ. ഇപ്പൊ അത് പണ്ട് മുസ്ലിം ലീഗ് ചത്തകുതിര എന്ന് ആരാ പറഞ്ഞത്? നെഹ്റുവാണ്. ഇന്ന് ആ കുതിരയുടെ പുറത്തെല്ലാം കയറിയല്ലാതെ കോൺഗ്രസുകാർക്ക്
സെക്രട്ടേറിയറ്റിലേക്ക് വരാനൊക്കെ